കാഞ്ഞിരം മങ്ങാടിയിൽ സ്ക്രീൻ വെച്ച് കൊടുക്കും. ആ വീഡിയോസ് മാത്രം തന്നാൽ മതി. ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്, ഞങ്ങൾ ബോധ്യപ്പെടുത്തും. അതല്ലാതെ കുറച്ച് ക്ലിപ്പുകൾ മാത്രം എടുത്തിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ രാഷ്ട്രീയത്തിന്റെ പേര് ഈ ജനങ്ങൾ കാണുന്നു എന്നത് മാത്രം ഞാൻ അത് പറയണില്ല. ഞങ്ങൾ ആ കൂട്ട് ഞങ്ങളായിട്ട് തുറന്നതല്ല. ഈ ഫാത്തിമത്താത്തയും ഫാറൂഖും അല്ലാതെ മറ്റാരോ കൂട്ട് തുറന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ പറയണത്. ഫാത്തിമത്താത്ത കുടുംബശ്രീ ഓഫീസിന്റെ അകത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോ ആ പൂട്ട് തുറന്നതായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ ഷട്ടർ പൊന്തിച്ചിട്ടില്ല. ആരാണ് പൂട്ട് തുറന്നത് എന്നാണ്. പഞ്ചായത്തിൽ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ മാധ്യമങ്ങളിൽ പല ന്യൂസുകളും കണ്ടു. ഇന്നലെ ചാനൽ കൊടുത്തൊരു ബേറ്റില് കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നുണ്ട്, പഞ്ചായത്തിനകത്ത് തലേ ദിവസം, സമരത്തിന്റെ തലേ ദിവസം വൈകിട്ട് 5 മണിക്ക് പഞ്ചായത്തിന്റെ അകത്തുള്ള കുടുംബശ്രീ ഓഫീസ് പൂട്ടി, ലോക്കിട്ട് പൂട്ടി, ഷട്ടർ താത്തി ലോക്കിട്ട് പൂട്ടി പോയ കുടുംബശ്രീ പ്രവർത്തകര് പഞ്ചായത്തിനകത്ത് നിന്ന് പോകുമ്പോ തലേ ദിവസം പൂട്ടിപ്പോയ ഓഫീസ് പിറ്റേ ദിവസം തുറക്കാൻ ചെല്ലുന്ന സമയത്ത് പൂട്ട് തുറന്നതായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ വീണ്ടും ആവർത്തിച്ചു പറയണു, ഷട്ടർ തുറന്നതായിട്ടല്ല, പൂട്ട് തുറന്നതായിട്ടാണ് കാണുന്നത്. സ്വാഭാവികമായും എന്നും ചെയ്യാറുള്ളത് പോലെ തന്നെ കുടുംബശ്രീയുടെ ഓഫീസ് പൂട്ടി അതിന്റെ ചാവി സൂക്ഷിക്കുന്നത് പഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസിനകത്താണ്. എന്നും ചെയ്യുന്ന അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഞാൻ പഞ്ചായത്തിനകത്തേക്ക് പോകുന്ന ഒരു വീഡിയോ അതിൽ കാണിക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത് ഫുള്ളായിട്ടുള്ള വീഡിയോ, ആ സമരവുമായി ബന്ധപ്പെട്ട് സമര സഖാക്കൾ പ്രതിഷേധമായി ഉയർത്തിയ 1-2 കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കണം. ആരാണ് പൂട്ട് തുറന്നത് എന്നാണ്. ഞങ്ങൾ അകത്ത് കയറുമ്പോ പഞ്ചായത്തിന്റെ ഫ്രണ്ട് ഡോർ പോലും പൂട്ടിയിട്ടില്ല. ഫ്രണ്ട് ഡോർ ലോക്ക് തുറന്നിട്ടാണ് കാണുന്നത്. പഞ്ചായത്തിന്റെ ഫ്രണ്ട് ഡോർ തുറന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഞങ്ങളല്ലാത്ത മറ്റൊരാൾ അതിനകത്ത് ഉണ്ടാവണം. രണ്ടാമത്, ഫാത്തിമത്താത്ത, കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ഫാത്തിമത്താത്ത കുടുംബശ്രീ ഓഫീസിന്റെ അകത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോ ആ പൂട്ട് തുറന്നതായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ ഷട്ടർ പൊന്തിച്ചിട്ടില്ല. സമരം അവസാനിപ്പിക്കൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ സമരം അവസാനിപ്പിക്കുമ്പോ കുടുംബശ്രീ ഓഫീസ് തുറക്കുമ്പോ പൂട്ട് തുറന്നതായിട്ടാണ് കാണുന്നത്. വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയണു, ഞങ്ങൾ ആ പൂട്ട് ഞങ്ങളായിട്ട് തുറന്നതല്ല. ഈ ഫാത്തിമത്താത്തയും ഫാറൂഖും അല്ലാതെ മറ്റാരോ പൂട്ട് തുറന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ പറയണത്. ഞങ്ങൾ അതിനകത്ത് പ്രവേശിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞത്. ഞാൻ അതിലേക്ക് പ്രവേശിക്കാണ്ടായ കാരണം, പഞ്ചായത്തിനകത്തേക്ക് പ്രവേശിക്കേണ്ടായ കാരണം, പഞ്ചായത്തിന്റെ പുറകിലൂടെ സ്റ്റെപ്പ് കയറി മുകളിലെ മീറ്റിംഗ് ഹാളിൽ കയറി സ്റ്റെപ്പ് വഴി പഞ്ചായത്തിന്റെ ഓഫീസുകളിലേക്ക് എത്താൻ പറ്റും. എന്നാൽ സമരം മുൻകൂട്ടി അറിഞ്ഞ പഞ്ചായത്തിന്റെ ഭരണസമിതി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തെ മോശമാക്കുന്നതിന് വേണ്ടി, സമരം പൊളിക്കുന്നതിന് വേണ്ടി മുകളിലെ ഗ്രില്ല് പൂട്ട് തുറന്നിട്ടായിട്ടാണ് കാണുന്നത്. ആ പൂട്ട് ഞാൻ പഞ്ചായത്തിനകത്ത് കയറി മുകളിൽ കയറി പൂട്ടിയിട്ട് ചാവി കയ്യിലെടുത്താ വന്നത്. അത് സത്യം തന്നെയാണ്. ഞാൻ പഞ്ചായത്തിനകത്ത് കയറി പൂട്ടി ചാവി കയ്യിലെടുത്ത് വെച്ചു. അതല്ലാതെ കുടുംബശ്രീ ഓഫീസിനകത്തേക്ക് ഫാറൂഖ് കയറിയിട്ടില്ല എന്ന് കൃത്യമായി പറയണോ? ഇത് അങ്ങനെ ആരാണ് കയറി എന്ന് തെളിയിക്കേണ്ടത് പഞ്ചായത്തിന്റെ നിലവിലെ ഭരണസമിതി അംഗങ്ങളും പഞ്ചായത്തുമാണ്. ഞങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങൾ കയറുന്നതിന് മുമ്പ് ഈ പൂട്ട് തുറന്നത് ആര്? അപ്പൊ അതിനുള്ളിൽ ഒരാളുണ്ടാകണം. ആര് പൂട്ട് തുറന്നു? ആവർത്തിച്ച് ചോദിക്കുന്നു, ആരാണ് പൂട്ട് തുറന്നത്? ഈ ആരുടെ നിർദ്ദേശപ്രകാരമാണ് പൂട്ട് തുറന്നത്? എന്താവശ്യത്തിനാണ് പൂട്ട് തുറന്നത് എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യത്തിന് മറുപടി ഇല്ലാതെ കുറച്ച് ഭാഗം മാത്രം ഞാനും അതുപോലെ കുടുംബശ്രീ ചെയർപേഴ്സൺ ആയിട്ടുള്ള ഫാത്തിമത്താത്തയും കയറുന്ന വീഡിയോ മാത്രം ഒതുക്കി നിർത്തേണ്ടതല്ല. ആളുകൾക്ക് വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള കാരണമാകാൻ വേണ്ടി മാത്രമാണ് ഈ ഓൺലൈൻ ചാനലുകൾ ഉപയോഗപ്പെടുത്തി LDF-നെയും LDF-ന്റെ മെമ്പർമാരെയും തേജോവധം ചെയ്യാന്ന ലക്ഷ്യത്തോട് മാത്രമാണ് ഇത്തരമൊരു ന്യൂസ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്. ഈ മീഡിയക്ക് മുമ്പിൽ ഇങ്ങനെ വരുമ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. നാളെ പഞ്ചായത്ത് തുറന്ന് ഈ വീഡിയോ ഫുള്ളായിട്ട് നമുക്ക് തരുന്നതിന് വേണ്ടി, പഞ്ചായത്ത് സെക്രട്ടറിയുടെ അനുവാദത്തോടുകൂടെ ഞങ്ങൾക്ക് തരുന്നതിന് വേണ്ടി ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യും. അത് തരുന്ന മുറക്ക് കൃത്യമായി ആരാണ്, നമുക്ക് അറിയാലോ, ഡേറ്റ് ഉൾപ്പെടെ ടൈം ഉൾപ്പെടെ പഞ്ചായത്തിന്റെ CCTV ദൃശ്യങ്ങളിൽ അതുണ്ടാവും.
അപ്പോ ആ രൂപത്തില് ഇത് മുഴുവനായിട്ടും 5 മണി മുതൽ തലേ ദിവസം 28-ാം തീയതി വൈകിട്ട് 5 മണി മുതൽ സമരം നടക്കുന്ന 29-ാം തീയതി സമരം അവസാനിപ്പിക്കുന്ന പിന്നെ സമയം വരെയുള്ള CCTV ദൃശ്യങ്ങൾ മുഴുവനായിട്ടും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഈ റെക്കോർഡ് ചെയ്യപ്പെട്ട മുഴുവൻ വീഡിയോസും പുറത്തു തരണം, ജനങ്ങൾ കാണണം. അതിനിടയിൽ നടന്നിട്ടുള്ള വീഡിയോസ് എന്താണ് അവിടെ നടന്നിട്ടുള്ളത് കൃത്യമായിട്ട് ആളുകളെ ബോധ്യപ്പെടുത്തണം. അത് പരസ്യമായി ഞങ്ങൾ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുക. അത് ഞങ്ങള് CPM-കാര്, പഞ്ചായത്തിന്റെ CPM-ന്റെ മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ കാഞ്ഞിരം അങ്ങാടിയിൽ സ്ക്രീൻ വെച്ച് കൊടുക്കും. ആ വീഡിയോസ് മാത്രം തന്നാൽ മതി. ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്, ഞങ്ങൾ ബോധ്യപ്പെടുത്തും. അതല്ലാതെ കുറച്ച് ക്ലിപ്പുകൾ മാത്രം എടുത്തിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ രാഷ്ട്രീയത്തിന്റെ പേര് ഈ ജനങ്ങൾ കാണുന്നു എന്നത് മാത്രം ഞാൻ അത് പറയണില്ല. അപ്പോ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഈ പറഞ്ഞ ഭരണസമിതി തയ്യാറാകണം. അതിന് കൃത്യമായ വീഡിയോസ് പുറത്തു വരണം. 10 മണിക്ക് ഫാത്തിമ താത്തയും ഫാറൂഖും അതിന്റെ ഉള്ളിൽ കയറുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഈ പൂട്ട് തുറക്കാൻ വേണ്ടി എന്തിനു വേണ്ടി എന്റെ അകത്ത് കയറി, ആർക്ക് വേണ്ടി പൂട്ട് തുറന്നു, എന്തിനു വേണ്ടി തുറന്നു, എന്താണ് ഇത്രയും താല്പര്യം ആ പഞ്ചായത്തിനകത്ത് നേരത്തെ വന്ന് ആ പൂട്ട് തുറന്ന് അതിനകത്തേക്ക് പ്രവേശിക്കാൻ എന്നുള്ളത് വെളിപ്പെടുത്തേണ്ടത് ഈ വീഡിയോസ് പിന്നെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ കാണിച്ച ആ ഉത്തരവാദിത്വം ഈ കാര്യത്തിലും കാണിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. മീഡിയക്ക് മുമ്പിൽ പൈസ കൊടുത്ത് എന്ത് തെമ്മാടിത്തരം നടത്താം എന്നുള്ള ധാരണ പഞ്ചായത്തിലെ UDF-ന്റെ ഭരണസമിതിക്കുണ്ടെങ്കിൽ അത് പൊതുജനം തിരിച്ചറിയും തന്നെ പറയണത്. എടുത്ത നിലപാടില് പറഞ്ഞ വാക്കുകളിൽ ഒരു പൊടിക്ക് പുറകോട്ട് പോകാത്ത രൂപത്തിലുള്ള നിലപാട് തന്നെയാണ് CPM-ന്റെ മുഴുവൻ മെമ്പർമാർക്കും CPM-ന്റെ പ്രവർത്തകർക്കും ഉള്ളത് എന്നുള്ളത് ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.